സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സിലെ നെക്സ്റ്റ് മെത്തേഡാണ് ഹിൽ സിഫർ. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഓൾജിബ്ര ബേസ് ചെയ്തിട്ടാണ് ഇതിലെ കമ്പ്യൂട്ടേഷൻസും എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ എ മൾട്ടി ലെറ്റർ സിഫർ. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് മാത്തമാറ്റീഷ്യൻ ലെസ്റ്റർ ഹില്ലാണ് ഇൻ 1929. അപ്പോൾ ബേസിക്കലി നമ്മൾ മാത്തമാറ്റിക്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സിങ്. അപ്പോൾ ലീനിയർ ഓൾജിബ്രയിലെ കൺസെപ്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെട്രിക്സ്, അരിത്മെറ്റിക്, അതായത് മോഡുലാർ അരിത്മെറ്റിക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ മെട്രിക്സ് എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, അല്ലെങ്കിൽ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്, മോഡുലാർ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പ്രോസസ്സ് പോവുക. സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. നോർമൽ ഇൻവേഴ്സ് അല്ല, മോഡുലാർ ഇൻവേഴ്സ്. So first we define modular inverse of a square matrix M by the equation M into M inverse equal to M inverse into M equal to I. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഒരു മെട്രിക്സോ അതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുക ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ സ്ക്വയർ മെട്രിക്സ് ദാറ്റ് ഈസ് ഓൾ സീറോസ് എക്സെപ്റ്റ് ഫോർ വൺസ് അലോങ്സ് ദ മെയിൻ ഡയഗണൽ ഫ്രം അപ്പർ ലെഫ്റ്റ് ടു ലോവർ റൈറ്റ്. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഡയഗണലിൽ മാത്രം 1 വാല്യൂസ് വരും, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. ഇനി ഇൻവേഴ്സ് ഒരു മെട്രിക്സിന് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് 5, 8, 17, 3. ഫസ്റ്റ് നമ്മളോട് ചെയ്തേക്കുന്നത് ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 5, 8, 17 and 3. സോ 5 into 3 minus 8 into 17 അതാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ -121 mod 26. അപ്പോൾ -121 mod 26 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നെക്സ്റ്റ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എ ഈക്വൽ ടു ബി മോഡ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എ ഡിഫറൻസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് n ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 26ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഏതാണോ അത് കണ്ടുപിടിക്കുക, ടു ദ നെഗറ്റീവ് സൈഡ്. ഇപ്പോൾ 26 into 5 നമുക്കറിയാം ഇറ്റ് ഇസ് ഈക്വൽ ടു 130. സോ -121 കഴിഞ്ഞ് നമ്മൾ നെഗറ്റീവ് എക്സ് ആക്സിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ കിട്ടുക 130ലായിരിക്കും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് -121 ആൻഡ് ദിസ് -130, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്, ദാറ്റ് വുഡ് ബി ഈക്വൽ ടു ദ റിസൾട്ട്. സോ -121 mod 26 എന്ന് പറഞ്ഞാൽ ഈ 121ൽ 30ലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ യൂണിറ്റ്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സോ -121 mod 26 ഈസ് ഈക്വൽ ടു 9. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ 9ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 9 mod 26. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റും അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് വിൽ ബി കോൺഗ്രുവന്റ് ടു 1. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോപ്പർട്ടി. അപ്പോൾ ഈ 9 എന്ന് പറഞ്ഞ എലമെന്റിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ എ എന്ന് പറഞ്ഞ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് കരുതുക. സോ ഇൻവേഴ്സ് into 9 mod 26 ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി കോൺഗ്രുവന്റ് ടു 1 mod 26. അപ്പോൾ പിന്നെ എക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ കിട്ടുന്നത് നമുക്ക് ട്രയൽ ആൻഡ് എറർ വഴി കണ്ടുപിടിക്കാൻ പറ്റും. സോ 9 into 3 ചെയ്യാൻ നമുക്കറിയാം 27 mod 26 കിട്ടും. ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 1 mod 26. സോ 9 mod 26ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3. നമുക്ക് എ ഇൻവേഴ്സ് mod 26 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അഡ്ജോയിന്റ് ഓഫ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ ഇൻവേഴ്സ് mod 26 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എയുടെ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിച്ചു, അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇനി അതും പിന്നെ ഇവിടെ നമ്മൾ എഴുതിയേക്കുന്ന അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മറ്റേ രണ്ട് നമ്പേഴ്സിന്, അതായത് 8നും 17നും സൈൻ ചേഞ്ച് വരുത്തി. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ മെട്രിക്സിൽ ഇവിടെ 5 ഇവിടെ 3 ആയിരുന്നു. ഇവിടെ നമ്മൾ ആ വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 3ഉം 5ഉം ആയിട്ട് മാറിയത്. ഇനി 8ഉം 17നും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് നമുക്ക് ഇവിടെ സൈൻ ചേഞ്ച് ആഡ് ചെയ്യുകയാണ് ചെയ്തത് ടു ഫൈൻഡ് ദ അഡ്ജോയിന്റ്. ഇനി നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. സോ 3 into ഈ ഒരു മെട്രിക്സ്. ഇനി ഇതിന്റെ പ്രോഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് -8ഉം -17 നമുക്ക് ഇതിലെ വാല്യൂസ് വേണം. അപ്പോൾ ഈ വാല്യൂസിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്സിംഗ് എല്ലാം ചെയ്യുന്ന mod 26 ആണ്. അപ്പോൾ 26 അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പോസിറ്റീവ് വാല്യൂ കിട്ടും. സോ -8 + 26 -17 + 26. അപ്പോൾ നമുക്ക് 18ഉം 9ഉം കിട്ടും. ഇറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു -8 mod 26. അത് തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. -8 mod 26 ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന റിസൾട്ട് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 80. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഈ കാണുന്നത്.
ഇതിന് എൻ്റെ വാല്യൂസിന് മോഡ് 26 എടുക്കുക. അപ്പോൾ 9 മോഡ് 26ലും 15 മോഡ് 26ലും ചേഞ്ച് ഒന്നും വരുന്നില്ല. 27 മോഡ് 26 ആകുമ്പോൾ 1 കിട്ടും. 54 മോഡ് 26 ആകുമ്പോൾ 2 കിട്ടും. നെക്സ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മെട്രിക്സിന് ഇതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. അതിൻ്റെ പ്രൂഫാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് എ തന്നെയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ കാണിച്ചിട്ടുള്ളത് എ ഇൻവേഴ്സ് മോഡ് 26, അതാണ് സെക്കൻഡ് മെട്രിക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എ ഇൻറ്റു എ ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേഷൻ നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. സോ 5 × 9 പ്ലസ് 8 × 1. അതുപോലെ തന്നെ 5 × 2 പ്ലസ് 8 × 15, അതാണ് സെക്കൻഡ് എലിമെൻറ്റ്. നെക്സ്റ്റ് 17 × 9 പ്ലസ് 3 × 1, അതാണ് ഈ കാണുന്ന എലിമെൻറ്റ്. ഇനി 17 × 2 പ്ലസ് 3 × 15, അതാണ് ലാസ്റ്റ് എലിമെൻറ്റ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ അത് ഈ വാല്യൂസ് കിട്ടും. മോഡ് 26 എടുക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 1 0 0 1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2. നമ്മുടെ എൻക്രിപ്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡിക്രിപ്ഷൻ പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിലെ സക്സസീവ് ആയിട്ടുള്ള ലെറ്റേഴ്സിനെ എടുക്കുക. ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ട് സിഫർടെക്സ്റ്റ് ലെറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ബേസിക്കലി ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റിപ്രസെൻറ്റേഷനിലെ ഈക്വലന്റ് ഓഫ് സം ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ ഈ ലീനിയർ ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓരോ ക്യാരക്ടറിനും ഓരോ ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. ഫോർ m = 3 നമ്മളുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ m = 3 ആയതുകൊണ്ട് തന്നെ C1 C2 C3 3 സിഫറിന്റെ കറസ്പോണ്ടിങ് വെക്ടറിലെ വാല്യൂസ് ആണ് കാണിച്ചിരിക്കുന്നത്. C1 C2 C3. ഇനി P1 P2 P3 എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ വെക്ടേഴ്സിലെ വാല്യൂസ്. ഇനി K11 12 13 K21 22 23 K31 32 33 ഈ പറഞ്ഞാണ് നമ്മളുടെ കീയുടെ മെട്രിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നമ്മളുടെ കീയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 3x3 മെട്രിക്സ്. ഇപ്പോൾ 3x3 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ വെക്ടേഴ്സ് അല്ലെങ്കിൽ കോളം വെക്ടേഴ്സ് നമ്മളുടെ സിഫർ ടെക്സ്റ്റിൻ്റെയും പ്ലെയിൻ ടെക്സ്റ്റിൻ്റെയും വെക്ടേഴ്സ് എന്ന് പറഞ്ഞത് ലെങ്ത് 3 ആയിരിക്കണം, അല്ല ഡയമെൻഷൻ 3 ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന 2x2 മെട്രിക്സ് ആണ് കീയ്ക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൽ 2 ലെറ്റേഴ്സ് വീതം എടുത്തിട്ടായിരിക്കണം പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ 2 വെക്ടറിൻ്റെ സൈസ് 2 ആയിട്ട് മാറും. നമ്മൾ കീ വെക്ടറിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ എടുത്ത് ഗ്രൂപ്പ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കെയുടെ വാല്യൂസ് ആണ് ഈ ലീനിയർ ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ P1 P2 P3 എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ എലമെന്റ്സ് എല്ലാത്തിനും മോഡുലോ 26. അപ്പോൾ m = 3 ആകുമ്പോൾ ഒരു സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സിയും പിയും എന്ന് പറഞ്ഞാൽ റോ വെക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. സി ആൻഡ് പി ആർ റോ വെക്ടേഴ്സ് ഓഫ് ലെങ്ത് 3. ലെങ്ത് 3 ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞു, നമ്മളുടെ കീ വെക്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കീയുടെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3x3 മെട്രിക്സ് ആണ്. അതുകൊണ്ടാണ് പ്ലെയിൻ ടെക്സ്റ്റിന്റെയും സിഫർ ടെക്സ്റ്റിന്റെയും വെക്ടേഴ്സിന്റെ സൈസ് 3 ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ K is a 3x3 matrix representing the encryption key and operations are performed modulo 26. ഈ ഒരു വെക്ടറിന്റെ ജനറൽ റെപ്രസെന്റേഷൻ ആണ് സി എന്ന് പറയുന്നത്. P1 P2 P3 എന്ന വെക്ടറിനെ P ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ കീ മെട്രിക്സിനെ നമ്മൾ K ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എൻക്രിപ്ഷൻ. C = P × K mod 26. C എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഫർ ടെക്സ്റ്റ് വെക്ടർ, ഇത് പ്ലെയിൻ ടെക്സ്റ്റിന്റെ വെക്ടർ, ഇത് നമ്മളുടെ കീ മെട്രിക്സ് മോഡുലോ 26. അപ്പോൾ ജനറൽ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ 2 ഇക്വേഷൻ. C = എൻക്രിപ്ഷൻ ഓഫ് K, P. പ്ലെയിൻ ടെക്സ്റ്റും ഉണ്ട് കീയും ഉണ്ട്. ഉപയോഗിക്കുന്ന ഇക്വേഷൻ P × K mod 26. ഇനി ഡീക്രിപ്ഷൻ്റെ കേസിലാണെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് ആണ് നമ്മൾ അതിൻ്റെ റിസൾട്ട്. സോ പ്ലെയിൻ ടെക്സ്റ്റ് = ഡീക്രിപ്ഷന് വേണ്ടി ഡി റെപ്രസെന്റ് ചെയ്യുന്നു, ഡീക്രിപ്ഷൻ്റെ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഡി യൂസ് ചെയ്യുന്നു. പിന്നെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കീയും ഒന്ന് സിഫർ ടെക്സ്റ്റും. ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സിഫർ ടെക്സ്റ്റ് × K ഇൻവേഴ്സ് mod 26. അപ്പോൾ K ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു മെട്രിക്സിന്റെ മോഡുലാർ ഇൻവേഴ്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചു, അതേ മോഡുലാർ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, സിഫർ ടെക്സ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമ്മളുടെ ഫൈനൽ റിസൾട്ടായി. ഇനി നമ്മളുടെ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, ഈക്വലൻ ടു പി കെ. അപ്പോൾ സിക്ക് പി കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സിറ്റുവേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. P × K × K ഇൻവേഴ്സ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു K × K ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തിന് ഈക്വലന്റ് ആയിരിക്കും, ഐഡന്റിറ്റി മെട്രിക്സിന് ഈക്വലന്റ് ആയിരിക്കും. സോ ദ റിസൾട്ട് ഈസ് ഈക്വലൻ ടു P. അപ്പോൾ ഡീക്രിപ്ഷൻ്റെ റിസൾട്ട് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് തന്നെ അവിടെ റിക്കവർ ആയിട്ട് കിട്ടും. ഹിൽ സിഫർ ഈസ് സ്ട്രോങ് അഗൻസ്റ്റ് സിഫർ ടെക്സ്റ്റ് ഉള്ള അറ്റാക്ക്. പക്ഷേ നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്ക് ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസ് പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഹിൽ സിഫർ ഉപയോഗിച്ച് നമ്മൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ്
അറ്റാക്ക് ATTACK. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കീ മെട്രിക്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. നമുക്കറിയാം ഇറ്റ്സ് 2x2 മെട്രിക്സ്. 2x2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ 2 സൈസുള്ള വെക്ടേഴ്സ് ആക്കി എടുത്ത് വേണം പ്രോസസ് ചെയ്യാൻ. So since the key is 2x2 matrix, plain text should be converted into vectors of length 2. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് AT ഫസ്റ്റ് വെക്ടർ, ദെൻ TA എന്ന് പറഞ്ഞ സെക്കൻഡ് വെക്ടർ, CK എന്ന് പറഞ്ഞ തേർഡ് വെക്ടർ. ഇനി ഓരോ വെക്ടർ എടുക്കുക, ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് വെക്ടർ എടുക്കുക, കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് വെക്ടർ ആയിട്ട് മാപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എഴുതിയേക്കുന്ന മീനിങ് ഈ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഈക്വലൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ A 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ B1 C is 2, D ആണെങ്കിൽ 3. അതുകൊണ്ടാണ് 3 രണ്ട് പ്രാവശ്യം ഉള്ളതുകൊണ്ടാണ് D യൂസ് ചെയ്തേക്കുന്നത്. ഇനി 4ഉം 5ഉം കഴിഞ്ഞ് 6 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു G. ഇനി നമ്മൾ ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് വെക്ടർ എടുക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് സിഫർ ടെക്സ്റ്റ് വെക്ടേഴ്സിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് വെക്ടർ എന്ന് പറയുന്നതാണ് AT. അപ്പോൾ ആദ്യം ഈ എയുടെയും ടിയുടെ ന്യൂമറിക്കൽ ഈക്വലൻസിലേക്കാണ് നമ്മൾ അതിനെ മാപ്പ് ചെയ്യണത്. സോ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ആണ്, നമുക്കറിയാം അതിന്റെ ന്യൂമറിക്കൽ ഈക്വലന്റ് 0 ആണ്. ഇപ്പോൾ ഇവിടെ A to Z ന്യൂമറിക്കൽ ഈക്വലൻസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ടിയുടെ ഈക്വലന്റ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അപ്പോൾ ഫസ്റ്റ് വെക്ടറിനെ നമ്മൾ 0 19 മാപ്പ് ചെയ്തു. ഇനി കീയുടെ മെട്രിക്സ് നമുക്കറിയാം ഓൾറെഡി നമുക്ക് ഇൻപുട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മളുടെ സിഫർ ടെക്സ്റ്റ് അല്ലെങ്കിൽ എൻക്രിപ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇതാണ്, C = K × P mod 26. അപ്പോൾ K എന്ന് പറഞ്ഞത് കീ, അത് ഈ മെട്രിക്സ്, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി P എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ്, അതാണ് ഈ 0 90, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ mod 26 ചെയ്യാം. സോ 2 × 0 + 3 × 19, അതുപോലെ 3 × 0 + 6 × 19. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, മോഡിലോ 26 ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റിസൾട്ട് കിട്ടുന്നത് 57 and 114 ആണ്. മോഡ് 26 ചെയ്യുമ്പോൾ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റിസൾട്ട് 5 and 10. 57 mod 26 ആണ് 5 എന്ന് പറഞ്ഞ വാല്യൂ, 114 mod 26 എന്ന് പറയുന്നതാണ് 10 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ 5ഉം 10ഉം ആണ് നമുക്ക് കറസ്പോണ്ടിങ് ഫസ്റ്റ് സിഫർ വെക്ടർ കിട്ടി. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആൽഫബറ്റിക് ഈക്വലൻസ് നോക്കുകയാണെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ F ആണ്, 10 എന്ന് പറഞ്ഞാൽ K ആണ്. അപ്പോൾ FK എന്ന് പറയുന്നതായിരിക്കും കറസ്പോണ്ടിങ് സിഫർ വെക്ടർ. അപ്പോൾ ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് വെക്ടറിന് കറസ്പോണ്ടിങ് സിഫർ വെക്ടറാണ് നമ്മൾ ഫോം ചെയ്തത്. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് വെക്ടറിന് ചെയ്യാം, തേർഡ് വെക്ടറിന് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് വെക്ടർ നമ്മൾ അറിയാം പ്ലെയിൻ ടെക്സ്റ്റിന് തന്നിരുന്നത് AT TA CK ആയിരുന്നു. അപ്പോൾ ഈ ഒരു വെക്ടറാണ് നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞത്. നെക്സ്റ്റ് ഈസ് TA. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് വെക്ടർ അതാണ് ഈ TA എന്ന് കാണിച്ചിട്ടുള്ളത്. ഇനി T എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഈക്വലന്റ് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈക്വൽ ടു 19. 19 0 ആണ് സെക്കൻഡ് പ്ലെയിൻ ടെക്സ്റ്റ് വെക്ടർ. നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുന്നു, കീ × പ്ലെയിൻ ടെക്സ്റ്റ് മോഡ് 26. അപ്പോൾ ഇത് നമ്മളുടെ കീയുടെ മെട്രിക്സ്, ഈ കാണുന്നത് പ്ലെയിൻ ടെക്സ്റ്റിന്റെ വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നു മോഡിലോ 26. നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ 2 × 19 + 3 × 0, 3 × 19 + 6 × 0. കിട്ടുന്ന റിസൾട്ട് 38ഉം 57ഉം ആണ്. മോഡ് 26 എടുക്കുക. അപ്പോൾ 38 mod 26 എന്ന് പറഞ്ഞാൽ 12 കിട്ടും, 57 mod 26 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. ഇനി 12ന്റെയും 5ന്റെയും ആൽഫബറ്റിക്കൽ ഈക്വലൻസ് ആണ് നോക്കേണ്ടത്. സോ 12ന്റെ ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ M ആണ്, 5ന്റേത് F ആണ്. അപ്പോൾ MF എന്ന് പറയുന്നതാണ് സെക്കൻഡ് സിഫർ വെക്ടർ. അപ്പോൾ ഈ T എന്ന് പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റ് വെക്ടറിനെ നമ്മൾ MF എന്ന് പറഞ്ഞ സിഫർ വെക്ടറിലേക്ക് മാപ്പ് ചെയ്യണം. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സിന്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ തേർഡ് വെക്ടർ ആണ്. അറ്റാക്കിലെ ലാസ്റ്റ് സിയും കെയും, അതാണ് നമ്മുടെ തേർഡ് വെക്ടർ. അപ്പോൾ സിയുടെ ന്യൂമറിക്കൽ ഈക്വലന്റ് 2, കെയുടെ ഈക്വലന്റ് 10. നമ്മൾ നേരത്തെ റോ കാണിച്ചിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ 2, കെ എന്ന് പറഞ്ഞാൽ 10. നമ്മൾ ഇക്വേഷൻ നേരത്തെ ഉപയോഗിച്ച് തന്നെ K × P mod 26. ഇത് നമ്മളുടെ കീ, ഇത് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ്. നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ 2 × 2 + 3 × 10, 3 × 2 + 6 × 10, അതാണ് എഴുതിയേക്കുന്നത്. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 34 and 66 mod 26. mod 26 എടുക്കുമ്പോൾ 34 mod 26 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിമൈൻഡർ വിൽ ബി 8. 66 mod 26 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ വിൽ ബി 14. ഇനി 8ന്റെയും 14ന്റെയും ന്യൂമറിക്കൽ ഈക്വലൻസ് നോക്കാം. 8 എന്ന് പറഞ്ഞാൽ I ആണ്, 14 എന്ന് പറഞ്ഞാൽ O ആണ്. സോ IO എന്ന് പറഞ്ഞായിരിക്കും ലാസ്റ്റ് സിഫർ വെക്ടർ. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിലും സിഫർ ടെക്സ്റ്റിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ATയെ നമ്മൾ FK എന്നാണ് മാപ്പ് ചെയ്തത്. സെക്കൻഡ് TA നമ്മൾ MF എന്നാണ് മാപ്പ് ചെയ്തത്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. തേർഡ് വൺ CKനെ IO എന്നാണ് നമ്മൾ മാപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ T രണ്ടിടത്ത് വന്നിട്ടുണ്ട്, പക്ഷെ രണ്ടിടത്തും കറസ്പോണ്ടിങ് സിഫർ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് എൻക്രിപ്ഷൻ്റെ പ്രോസസ്സ്. അപ്പോൾ അതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല. നോർമലി കീ മെട്രിക്സ് എടുക്കുക, പ്ലെയിൻ ടെക്സ്റ്റും എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, mod 26 എടുക്കുക. ഇനി ഡീക്രിപ്ഷൻ്റെ കേസിലാണ് നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കീയുടെ അല്ലെങ്കിൽ കീ മെട്രിക്സിൻ്റെ മോഡുലാർ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഉപയോഗിച്ചാണ് നമ്മൾ ഡീക്രിപ്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ്.
സോ പ്ലെയിൻ ടെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P ഈക്വൽ ടു K ഇൻവേഴ്സ് ഇൻറ്റു C മോഡ് 26. അപ്പോൾ K ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ കീയുടെ മോഡുലാർ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ K ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത് 1 ബൈ മോഡ് K ഇൻറ്റു അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് K ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് K. അപ്പോൾ 1 ബൈ മോഡ് K എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കെയുടെ അല്ലെ മോഡ് കെയുടെ അല്ലെ ഡിറ്റർമിനന്റ് ഓഫ് കെയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോർഷനിൽ കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ K എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മളുടെ കീ മെട്രിക്സ്. ആദ്യം നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 2 × 6 മൈനസ് 3 × 3 ആൻസർ നമുക്ക് 3 കിട്ടും. അപ്പോൾ ഡിറ്റർമിനന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണ്ട എന്താണ് ആ ഡിറ്റർമിനന്റിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് വേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. സോ ദ നൗ ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഒരു എലമെന്റും അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു അല്ലെ കോൺഗ്രുവന്റ് ടു 1 മോഡ് 26. അപ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ 3 ആണെന്ന് അറിയാം. ഡി ഇൻവേഴ്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 ഇൻറ്റു ഡി ഇൻവേഴ്സ് മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം 26 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം കിട്ടേണ്ടത് ബൈ ദ ഡെഫിനേഷൻ ഓഫ് കോൺഗ്രുവൻസ്. അപ്പോൾ എ ഈക്വൽ ടു ബി മോഡിന്റെ മീനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് എൻ. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കാം. സോ 3 ഇൻറ്റു 9 നമ്മൾ ചെയ്യുകയാണെങ്കിൽ 9 3 27 കിട്ടും. 27 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 26. ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 26. അപ്പോൾ ഈ ഡി ഇൻവേഴ്സിന്റെ വാല്യൂ നമുക്ക് 9 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ഈ ഒരു പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അഡ്ജോയിന്റ് ഓഫ് കെ. അപ്പോൾ 2 ഡയമെൻഷണൽ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ മെട്രിക്സ് എങ്കിൽ എഴുതുക. അതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എയും ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. ബിയുടെയും സിയുടെയും വാല്യൂസ് സൈൻ ചേഞ്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കീ മെട്രിക്സ് ഇതാണ് 2 3 3 6. അതിന്റെ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2ഉം 6ഉം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി. ഈ 2 3ക്കും മൈനസ് വന്നു. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് വാല്യൂസിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൂടെ 26 ആഡ് ചെയ്യാം. സോ 6 ഇവിടെ റീറ്റെയിൻ ചെയ്യും. -3 + 26 ഇവിടെയും നമുക്ക് -3 + 26. അപ്പോൾ നമുക്ക് 6 23 23 2 നമ്മളുടെ അഡ്ജോയിന്റ് കിട്ടി. ഇനി നമ്മളുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഈ ഒരു പോർഷൻ നമ്മൾ 9 കിട്ടി. അഡ്ജോയിന്റ് ഓഫ് കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതേ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. സോ കെ ഇൻവേഴ്സ് 9 അഡ്ജോയിന്റ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച മെട്രിക്സ് 6 23 23 2 മൾട്ടിപ്ലൈ ചെയ്യുക. 54 207 207 18 കിട്ടും. മോഡിലോ 26 എടുക്കുക. റിസൾട്ട് വിൽ ബി 225 and 25 80. ഇപ്പോൾ 207 എടുക്കുക. 26 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ കണ്ടുപിടിക്കുക. അതാണ് ഈ 25 എന്ന് പറഞ്ഞ വാല്യൂ. അതുപോലെ തന്നെ 54ൻ്റെയും 18ൻ്റെയും കേസിൽ അപ്പോൾ നമുക്ക് കീ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡീക്രിപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഈ ഒരു പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ആ കീയുടെ ഇൻവേഴ്സും സിഫർ ടെക്സ്റ്റും എടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുക. മോഡ് 26 എടുക്കുക. ഈ ഡീക്രിപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത സിഫർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ATTACK അതായത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. അതിന്റെ കറസ്പോണ്ടിങ് സിഫർ ക്യാരക്ടേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിഫർ എടുത്ത് വേണം ഡീക്രിപ്റ്റ് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് സിഫർ പെയർ എന്ന് പറഞ്ഞാൽ വെക്ടർ എന്ന് പറഞ്ഞാൽ FK ആണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് FK. അതിന് ന്യൂമറിക്കൽ ഇക്വലൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് 5ഉം കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 10. ഇനി പ്ലെയിൻ ടെക്സ്റ്റ് അതിൽ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. K ഇൻവേഴ്സ് ഇൻറ്റു C മോഡ് 26. നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചാണ് ഈ K ഇൻവേഴ്സ് എന്ന് പറഞ്ഞ വാല്യൂ. ഇതാണ് 225 25 80. അപ്പോൾ ആ K ഇൻവേഴ്സിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഫർ ടെക്സ്റ്റിന് പകരം നമ്മളുടെ ഈ സിഫർ വെക്ടർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മോഡ് 26 എടുക്കുക. അപ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടുക 216 305 ആണ്. മോഡ് 26 എടുക്കുക. നമ്മൾ അതിൻ്റെ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്തിന് ഇക്വലൻ്റ് ആയിട്ട് കിട്ടും? നമ്മളുടെ ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് പെയർ അതായത് ATക്ക് ഇക്വലൻ്റ് ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് സിഫർ പെയർ എന്ന് പറഞ്ഞാൽ MF ആണ്. ഇപ്പം MF എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഇക്വലൻസ് ആണ് 12ഉം 5ഉം. നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നേരത്തെ തന്നെ. ഫസ്റ്റ് നമ്മൾ ആ കീയുടെ ഇൻവേഴ്സ് നമ്മളോട് ഉപയോഗിച്ച് തന്നെ 225 25 80 ആ കീയുടെ ഇൻവേഴ്സും സെക്കൻഡ് സിഫറിന്റെ വെക്ടറും സെക്കൻഡ് സിഫർ പെയർ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കിട്ടുന്ന റിസൾട്ട് ഇതാണ്. മോഡ് 26 എടുത്ത് റെഡ്യൂസ് ചെയ്യുമ്പം 90 and 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെക്കൻഡ് പ്ലെയിൻ ടെക്സ്റ്റ് വെക്ടർ 80 കഴിഞ്ഞാൽ TA ആയിരുന്നു സെക്കൻഡ് വെക്ടർ. അറ്റാക്ക് എന്ന് പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റിന്റെ. നമ്മളുടെ തേർഡ് കേസിലാണെങ്കിൽ തേർഡിൽ നമ്മുടെ സിഫർ എന്ന് പറഞ്ഞാൽ IO ആണ്. IO എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പൈയോയുടെ ന്യൂമറിക്കൽ ഇക്വലൻസ് ആണ് 8ഉം 14ഉം. ഇതിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ K ഇൻവേഴ്സ് അതേപടി തന്നെ കീപ്പ് ചെയ്യുക. നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ കീ ഇൻവേഴ്സ് തന്നെ ഇൻറ്റു സെക്കൻഡ് നമ്മളുടെ കീ സിഫർ വെക്ടർ അതാണ് 8ഉം 14ഉം.
മൾട്ടിപ്ലൈ ചെയ്യുന്നു. റിസൾട്ട് ഈസ് 366 ആൻഡ് 452 mod 226. mod 26 എടുത്ത് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2ഉം 10ഉം കിട്ടും. സോ ദാറ്റ് മീൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫബറ്റിക്കൽ ഇക്വലൻസ് സിയും കെയും ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്ത് സി കെ അവിടെ റിക്കവർ ചെയ്തു. അപ്പോൾ ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് സിഫർ ടെക്സ്റ്റ് പെയറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് പെയർ നമ്മളിവിടെ റിക്കവർ ചെയ്തെടുത്തു. അപ്പോൾ ഈ കിട്ടിയത് നമ്മളുടെ ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് തന്നെയാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഹിൽ സിഫറിൻ്റെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിഫർ ടെക്സ്റ്റ് ഉള്ള അറ്റാക്ക് നമുക്ക് ഈ ഹിൽ സിഫറിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്, പക്ഷേ നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ സിനാറിയോ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ നോൺ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റും സിഫർ ടെക്സ്റ്റിൻ്റെ ഒരു പെയർ ആളുടെ കയ്യിൽ കിട്ടിയെന്ന് കരുതുക. ഇനി ഇവിടെ എൻക്രിപ്ഷൻ ചെയ്തേക്കുന്നത് 2x2 കീ യൂസ് ചെയ്തിട്ടാണെന്ന് കരുതുക. 2x2 കീ ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിലെ സിഫർ ടെക്സ്റ്റിലെയും വെക്ടേഴ്സിൻ്റെ സൈസ് 2 ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ HI നമ്മളെടുത്തു HC ആയിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. അതുപോലെ LL എടുത്തു അതിനെ RZ ആയിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് അല്ല മാപ്പിംഗ് ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ HI എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ പ്ലെയിൻ ടെക്സ്റ്റ് ന്യൂമറിക്കൽ ഇക്വലൻ്റാണ് 7, 8 എന്ന് എഴുതിയിരിക്കുന്നത്. എക്ക് 0 മുതൽ തുടങ്ങുകയാണെങ്കിൽ Hനും Iക്കും 7ഉം 8ഉം കിട്ടും. അതുപോലെ HC എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഇക്വലൻ്റാണ് 7ഉം 2ഉം. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ഇൻറ്റു കീ, ഇതാണ് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ്, അതിനെ കീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു mod 26. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടണം? സിഫർ ടെക്സ്റ്റ് കിട്ടണം. അതാണ് ഈ കറസ്പോണ്ടിങ് 7, 2. അതുപോലെ നെക്സ്റ്റ് പെയർ LL കൺസിഡർ ചെയ്യാം. ഈ LLൻ്റെ കേസിൽ ന്യൂമറിക്കൽ ഇക്വലൻ്റാണ് 11, 11. അതിനെ എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത് RZ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ ഇക്വലൻസ് ആണ് 17, 25. ഇവിടെ ഫോം ചെയ്ത പോലെ തന്നെ നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. 11, 11 ഇൻറ്റു K mod 26 എന്ന് പറഞ്ഞാൽ 17, 25 കിട്ടണം. അതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് പ്ലെയിൻ ടെക്സ്റ്റ് സിഫർ ടെക്സ്റ്റ് പെയർസ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനെ കമ്പൈൻ ചെയ്തുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിഫറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 7, 2 നമ്മൾ കണ്ടതാണ്. ഈ 7, 2 കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ സിഫർ പെയറാണ്, അതാണ് ഈ എഴുതിയിരിക്കുന്നത് 7ഉം 2ഉം. രണ്ടാമത്തെ സിഫർ പെയറാണ് 17ഉം 25, അതാണ് എഴുതിയിരിക്കുന്നത് 17ഉം 25. അപ്പോൾ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് സിഫർ, സെക്കൻഡ് സിഫർ. നെക്സ്റ്റ് കാണുന്നത് P ആണ്, പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. പ്ലെയിൻ ടെക്സ്റ്റിന്റെ പേഴ്സ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 7, 8 ആണ്, ഇവിടെ 11, 11. അപ്പോൾ അതിന്റെ മെട്രിക്സ് ആണ് ഈ റിപ്രസെന്റേഷൻ 7, 8 ആൻഡ് 11, 11. അപ്പോൾ C ഈക്വൽ ടു P ഇൻറ്റു K mod 26 ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ സിക്ക് നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്തു, Pക്ക് നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്തു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് സിഫർ ടെക്സ്റ്റിലെ രണ്ട് പേഴ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി K നമുക്ക് അറിഞ്ഞുകൂടാ, K mod 26, K കണ്ടുപിടിക്കുക എന്നുള്ള നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയാം C ഈക്വൽ ടു PK mod 26 ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് K കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ Pയുടെ ഇൻവേഴ്സ് എടുക്കുക ഇൻറ്റു C mod 26 എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പ്ലെയിൻ ടെക്സ്റ്റിന്റെ മെട്രിക്സ് എന്താണോ അതിന്റെ മോഡുലാർ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ ഡീക്രിപ്ഷൻ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെട്രിക്സ്. കേസിൽ നമുക്കറിയാം 7, 8 ആൻഡ് 11K. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. 7 ഇൻറ്റു 11 മൈനസ് 8 ഇൻറ്റു 11. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക -11 mod 26 ആണ്. അതിനെ പോസിറ്റീവ് ആക്കി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 mod 26 എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടി 15 mod 26. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ 15 ഇൻറ്റു ഇൻവേഴ്സ് ഓഫ് 15 ഇസ് കോൺഗ്രുവന്റ് ടു 1 mod 26. ഈ കേസിൽ നമ്മൾ ഡി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ വാല്യൂ നമുക്ക് ട്രയൽ ആൻഡ് എറർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 7 എന്ന് കിട്ടും. സോ 15 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 105. 105 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 104 കിട്ടും. 104 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 26. സോ ഡി ഇൻവേഴ്സിന്റെ വാല്യൂ നമുക്ക് 7 കിട്ടും. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ P എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ആണ്. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിറ്റർമിനന്റ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, തേർഡ് സ്റ്റെപ്പിൽ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക, ഡിറ്റർമിനന്റ് ഇൻവേഴ്സും അഡ്ജോയിന്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം 7ഉം 11ഉം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു, 8ഉം 11ഉം സൈൻ ചേഞ്ചും വരുത്തി. ഇനി P ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡി ഇൻവേഴ്സ് എടുക്കുക, അതായത് 7 ഇൻറ്റു ദിസ് അഡ്ജോയിന്റ്, അതാണ് എഴുതിയിരിക്കുന്നത് മോഡുലോ 26. ഇനി നമുക്കറിയാം നെഗറ്റീവ് വാല്യൂസിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ +26 ആഡ് ചെയ്യുന്നു. സോ -8 + 26 -11 + 26. അപ്പോൾ ആ കിട്ടുന്ന ആൻസേഴ്സ് ആണ് 18ഉം 15ഉം. ഈ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ റിസൾട്ട് കിട്ടും. mod 26 ചെയ്യുക, നമുക്ക് ഈ വാല്യൂസ് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? P ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഈ ഇക്വേഷനിൽ P ഇൻവേഴ്സ് നമുക്കറിയാം. ഇപ്പോൾ C നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കീ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ K ഈക്വൽ ടു P ഇൻവേഴ്സ് ഇൻറ്റു C mod 26.
ഇപ്പോൾ പി ഇൻവേഴ്സ് ഈ വാല്യൂ ആണ്, അതിവിടെ എഴുതി. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ സിഫർടെക്സ് പെയർ അല്ല മെട്രിക്സ്, അതായത് ഇതായിരുന്നു 7, 2 and 17, 25. അത് നമ്മളവിടെ യൂസ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ എടുത്തു മൾട്ടിപ്ലൈ ചെയ്തു. മോഡ് 26 എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3285 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എന്താണ്, നമ്മളുടെ കീയുടെ വാല്യൂ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് സിഫർടെക്സ് പെയർ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ആൾക്ക് ഒരു അറ്റാക്കറിനുള്ള ഒരു മൂന്നാമതൊരാൾക്ക് ഒരു തേർഡ് പാർട്ടിക്ക് കീയുടെ വാല്യൂ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഹെൻസ് ദ കീ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്ക്. അപ്പോൾ ഹിൽ സിഫറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണത്. സിഫർ ടെക്സ്റ്റ് ഉള്ളി അറ്റാക്ക് അവിടെ ഉണ്ടാവുന്നില്ല, പക്ഷേ നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ ഓഫ് ഹിൽ സിഫർ. താങ്ക് യു.